എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ, പല്ലി, പാറ്റ, അതുപോലെ തന്നെ എലി, പെരിച്ചാഴി, നമ്മുടെ പാമ്പ്, ഇവയൊക്കെ തുരത്താനുള്ള ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ഈ മഴക്കാലമൊക്കെ അല്ലേ, ഈ ഒരു സമയത്ത് കൊതുകിൻ്റെ ശല്യം വളരെ രൂക്ഷമായിട്ടിരിക്കും അല്ലേ. എന്ത് കൊതുകുന്ന് വരണി വെച്ചിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളൊക്കെ ശ്വസിക്കുമ്പോൾ ഇതുപോലെ ഗുഡ് നൈറ്റ് പോലെയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെറിയ ചിലവിൽ നമുക്ക് ഇതുപോലെ ഒരു മൺചിരാത് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. കൊതുകിനൊക്കെ തുരത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു മൺചിരാത് വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കർപ്പൂരമൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഇതുപോലെ ഉണ്ടാവില്ലേ വീട്ടിൽ മണ്ണിൻ്റെ, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് എടുത്തിട്ട് അത് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇത് ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ലേ, അതുപോലെയുള്ള ചെറുനാരങ്ങ എടുക്കട്ടെ. എൻ്റെ ഡ്രൈ ആയിട്ടുള്ള ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് എടുത്തുനിന്ന് മാത്രം 3-4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പട്ടയുടെ പീസ് ഇതുപോലെ കറുകപ്പട്ടയില്ലേ, ആ പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2-3 നമുക്ക് ഇതുപോലെയുള്ള കർപ്പൂരം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. കത്തിച്ചെടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഈ വൈകുന്നേരം സമയത്ത് ഇത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു കൊതുക് നിവാരണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൊതുക്, ഈച്ചകളൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഇതൊന്ന് വൈകുന്നേരം സമയത്ത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ കർപ്പൂരം കത്തിച്ച് കഴിയുന്നത് വരെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അണഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊക്കെ കത്തിച്ച് ചെറുതായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളൊരു ഭാഗത്തൊരു കോണിൽ എവിടെയെങ്കിലും കുട്ടികൾക്ക് കിട്ടാത്ത ഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. പട്ടയും ഗ്രാമ്പും അതൊക്കെ കിട്ടുന്ന ആ ചെറുനാരങ്ങയുടെ സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൊതുക്, ഈച്ചകൾ, ഇതിൻ്റെയൊക്കെ ശല്യമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു കൊതുക് നിവാരണി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. വായ്നാറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപദ്രവമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ വായ്നാറ്റത്തിന് വേണ്ടിയിട്ട് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗാർഗിളൊക്കെ ചെയ്യാറുണ്ട്, മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നല്ല വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മൗത്ത് വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ഒരു പകുതി ലെമൺ ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ബേക്കിംഗ് സോഡയാണ്, ഒരു 1/4 സ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടിയില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ആ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നല്ലപോലെ ആ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 നേരം രാവിലെയും വൈകിട്ടും ഇത് വെച്ച് നമുക്ക് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ വായ്നാറ്റം പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. അടുപ്പിച്ച ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മൗത്ത് വാഷൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നാരങ്ങയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ. അതിപ്പോൾ ഇതുപോലെ 2 നേരം വെച്ച് നമുക്കിതൊന്ന് ഗാർഗിൾ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ വായുടെ സ്മെല്ല് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. വായ്നാറ്റമൊക്കെ മാറി കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഹോം റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കുക. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ടാകത്തില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിൽ മീൻ കഴുകിയ സ്മെല്ല്, അതുപോലെ സവോളൊക്കെ അരിഞ്ഞിട്ട് എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ ഇതുപോലെ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് 2 കയ്യിൽ ഇതുപോലെ ഒന്ന് ഒരതി കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൻ്റെ അകത്തും പുറത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനൊക്കെ നന്നാക്കിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്നൊരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയി കിട്ടും. ഇതുപോലെ നല്ലപോലെ ഒന്ന് വരുത്തിയ ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. ആ മീൻ നന്നാക്കിയ സ്മെല്ലും അതുപോലെ തന്നെ സവാള അരിഞ്ഞിട്ടും അതുപോലെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ടുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ കയ്യിലുണ്ടെങ്കിൽ, ഉളുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ നല്ല ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ തൊണ്ടുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളി സ്മെല്ലാണ് പിന്നെ കഴിക്കുന്നുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെറുനാരങ്ങ വില കുറയുമ്പോൾ നമ്മൾക്ക് മേടിച്ച് വയ്ക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് ചെറുനാരങ്ങ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. 1-2 മാസത്തോളം നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒരു അടച്ചു വയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിൽ നിറഞ്ഞു നിൽക്കാൻ പാകത്തിന്, ഈ നാരങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച്, സാധാ പ്ലെയിൻ വാട്ടർ കേട്ടോ,
ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ അടപ്പിട്ടിട്ട് ടൈറ്റാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1-2 മാസത്തോളം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കേടൊന്നും കൂടാതെ ചെറുനാരങ്ങ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. എപ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെടുത്തിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കുക. എന്ത് ആവശ്യത്തിനും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും ചീഞ്ഞു പോവാതെ നമുക്ക് കുറേ നാൾ നമുക്ക് നാരങ്ങ സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിലെ കടുക് വെച്ചിട്ട് എലി, പല്ലി, പാറ്റ, അതുപോലെ തന്നെ പാമ്പ് ഇവയൊക്കെ തുരത്തുന്നുള്ള നല്ലൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 സ്പൂൺ കടുക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കടുക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ആ സോസ് പാനിലേക്ക് 1 സ്പൂൺ ഇതുപോലെ കടുക് പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസിലേക്ക് ഇതേ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂണൊന്നും എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മിക്സ് ചെയ്ത് തിളയ്ക്കുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഗ്യാസ് ഓണാക്കിയ ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ള കടുകിൻ്റെ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കട്ടോ. ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് അതിലേക്ക് തന്നെ ആയി കിട്ടും. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ശരിക്കും നമുക്ക് ആ ചൂട്ട് കൊടുക്കണേ തന്നെ ആദ്യം ഒന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചൊഴിക്കാം. ഈ വേറൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ അടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 കർപ്പൂരമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് ഇത് പൊടിച്ചെടുത്താൽ തന്നെ നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട് കേട്ടോ. 1/2 സ്പൂണോളം അല്ലെങ്കിൽ 1 സ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ അളവിൽ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുകില്ല, 1 സ്പൂൺ വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ 1 സ്പൂണോളം നമുക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ആ ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ അതൊന്ന് പതഞ്ഞു പൊന്നുന്നത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ചെറിയ ചൂട് കൊടുക്കുന്നത് നമ്മൾ അപ്പം തന്നെ നമ്മൾ ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഏതെങ്കിലും പാത്രത്തിലേക്കോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്യുന്നത് പോലെയുള്ള ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡിൻ്റെ കുപ്പിയിലേക്കോ എന്തെങ്കിലും ഇതുപോലെ സ്പ്രേ ചെയ്യാൻ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള പറ്റിയ പാത്രങ്ങളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ സ്ലാബ് അതിലേക്ക് നമുക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ ഒഴിച്ച് ചൂട്ട് കൊടുക്കുന്നത് തന്നെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുത്താൽ കിച്ചൺ സിങ്കിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരില്ലേ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ളിൽ വരുന്ന പ്രാണികൾ ഒഴിവാക്കാനായിട്ടും കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക്, ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഇതിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. പല്ലി, പാറ്റ, വെടിശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്ത് പരിസര പ്രദേശങ്ങളിൽ അതുപോലെ വാതിലിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഒന്ന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചെറിയ ജീവികൾ, പാമ്പുകളൊക്കെ ഒന്ന് അകത്തേക്ക് വരുന്നത് തടയാനായിട്ട് പറ്റും. വീടിൻ്റെ ചുറ്റുഭാഗത്തും തറയിലൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ചെയ്യാം കേട്ടോ. കർപ്പൂരം അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് കടുകിൻ്റെ സ്മെല്ലൊന്നും ജീവികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോലും വരാതിരിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ പല്ലി, പാറ്റയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ജീവികൾ, പ്രാണികൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അവിടെയൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് തുടച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കാത്തതായിട്ട് തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുത്താൽ നല്ല പോലെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികളുടെ പല്ലി, പാറ്റയുടെ ശല്യമൊക്കെ ഒഴിവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഇതുപോലൊരു ഉപയോഗശൂന്യമായ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 സ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡയും
ഒരു എന്തൊരു 1/4 സ്പൂണിൻ്റെ മേലെയായിട്ട് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ആ വെള്ളത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. ഒരു ഡോ പരുവം ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു പേസ്റ്റ് പരുവാണ് ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോൾ പരുവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി 1 സ്പൂണോളം മൈദ കൂടി കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ഡോ പരുവാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിലേക്ക് കുറച്ചുകൂടി മൈദയോ അതിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരി പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലപോലെ കുറച്ച് പിന്നെ ഒത്തിരി ലിക്വിഡ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഇതാക്കിയ ശേഷം നമുക്കൊരു ഡോ പരുവത്തിലാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് ആക്കിയെടുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും പാത്രത്തിലോ ചിരട്ടയിലോ കൊണ്ടുപോയിട്ട് വൈകുന്നേരം സമയത്ത് നമ്മൾ എലികളുടെ മാളങ്ങളുടെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് പല്ലിയുടെ ശല്യമുള്ളിടത്തൊക്കെ ചെറിയ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവയ്ക്കാം. എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് എലികളുടെ കൊണ്ടുവയ്ക്കാനായിട്ട് ഇതുപോലെ ചിരട്ടയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബോൾസായിട്ട് ഇതുപോലെ കൊണ്ടുവച്ച ശേഷം നമുക്ക് എലികളൊന്ന് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം, നമുക്ക് ചെയ്യാം കേട്ടോ. നെയ്യ് ഒഴിച്ച ശേഷം കുറച്ചുകൂടി ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്മെല്ല് കിട്ടിയാൽ അത് വന്ന് കഴിച്ചോളൂ. അപ്പോൾ അതിലുള്ള കടുക്, അതുപോലെ തന്നെ നമ്മളെ വിനാഗിരി, അതുപോലെ തന്നെ കടുകിൻ്റെ സ്മെല്ല്, കടുക്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വയറ്റിലെത്തുമ്പോൾ ഡീഹൈഡ്രേഷൻ വരികയും അത് ആ ഭാഗത്തേക്ക് പോലും പിന്നീട് വരില്ല കേട്ടോ. അത് വെള്ളം കുടിക്കാനായിട്ട് ഓടുകയും ആ ഭാഗത്തേക്ക് പോലും പിന്നീട് വരില്ല. ആ ഒരു വയറ്റിൽ കിടന്ന് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അവിടെ നിന്ന് ഓടിപ്പോക്കുള്ളൂ കേട്ടോ. പിന്നെ അത് ആ സൈഡിലേക്ക് വരില്ല. 2-3 ദിവസം അടുപ്പിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ശല്യം ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പരിപൂർണ്ണമായും നിങ്ങളുടെ എലി പെരിച്ചായയുടെ ശല്യം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പരിപൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ 1 സ്പൂണ് ഇതുപോലെ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കർപ്പൂരം ഇതുപോലെ പൊടിച്ചൊന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കൊണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ്, ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. നമുക്ക് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരും കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ പലചരക്ക് സാധനങ്ങൾ വെക്കുന്ന കബോർഡിൽ, കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി വെക്കുകയാണെങ്കിൽ അവിടേക്ക് പല്ലി, പാറ്റ, അവിടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ആ ഭാഗത്തേക്ക് പോലും ചെറിയ ചെറിയ പ്രാണികൾ, എട്ടുകാലികൾ ഒന്നും വരാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്ന കബോർഡിൽ അത് പോയി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാല സമയത്ത് നമ്മൾ ഒരു ശരിക്കും ഉണങ്ങാതെയൊരു പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് അബ്സോർബ് ചെയ്തതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ടും, പിന്നെ അതുപോലെ തന്നെ കടുക്, ബേക്കിംഗ് സോഡ, കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുകയും ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ എട്ടുകാലികൾ, പ്രാണികൾ ഒന്നും വരാതിരിക്കുകയും കബോർഡിൻ്റെ ഉള്ളിലേക്കായിട്ട്. അപ്പോൾ ഇതുപോലെ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ബാഡ് സ്മെല്ല് ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. കബോർഡ് തുറക്കുമ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈർപ്പം കൊണ്ടുണ്ടാവുന്ന ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കടുക് വെച്ച് ചെയ്ത എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഹൈപ്പ് എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.